हेलो बच्चों, कैसे हैं आप सब? बहुत बढ़िया। आज हम देखने वाला है നിങ്ങളുടെ മൂന്നാമത്തെ യൂണിറ്റിലെ दूसरा चैप्टर രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള सपने का भी हक नहीं ऐसे चैप्टर आज हम देखने वाला है। किसकी रचना है? डॉक्टर जे बाबू की जो रचना है ये एक कविता है। इस कविता के अंदर जो आज भी मौजूद सामाजिक असमानता को चित्रित करता है, दर्शाता है। फटाफट इस कविता को समझता है। ഈ ഒരു കവിതയെ വളരെ ക്വിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാം। സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന അസമാനത എന്ന് പറയുന്ന ആ ഒരു വേർതിരിവ് നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കും. ഉള്ളവനും ഇല്ലാത്തവനും, മാർക്സ്വാദിൽ നമ്മൾ പഠിച്ച പോലെ തന്നെ സമൂഹത്തിലെ ഉള്ളവനും ഇല്ലാത്തവനും എന്ന രീതിയിലുള്ള ഒരു അന്തരവ് ഈ ഒരു കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫटाफट വളരെ ക്വിക്കായിട്ട് ഈ കവിതയെ നമുക്ക് മനസ്സിലാക്കാം, നല്ല രീതിയിൽ സ്കോർ ചെയ്യാം. तो बच्चों, क्या है इस कविता के अंदर? डॉक्टर जे बाबू की कविता सपने का भी हक नहीं, एक गरीब महिला. ഈ सपने का भी हक नहीं എന്ന കവിത എന്ന് പറയുന്നത് ഒരു വളരെ പാവപ്പെട്ട ഒരു യുവതിയാണ്. महिलाकी आकांक्षाओं, അവരുടെ ഒരുപാട് ആഗ്രഹങ്ങളും അതുപോലെ उसकी कठोर वास्तविकता के बीच द्वंद्व को दर्शाती है. അതായത് ആ ഒരു ബിറ്റർ ട്രൂത്ത് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെയാണ് ഇതിൽ അവർ പറയുന്നത്. സോ ദ്വന്ദ് എന്ന് പറയുന്ന ആ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഏ കമരേ വാലി ജോപ്പടി മേ രഹനെ വാലി മഹിള, ഒരു റൂമിൽ താമസിക്കുന്ന, ഒരു ജോപ്പടി എന്ന് പറയുന്ന കുടിലിൽ താമസിക്കുന്ന ഈ ഒരു മഹിള എന്താണ്? അപ്നെ ബച്ചോं को സോ ജാനെ കെ ബാ, അപ്നെ ബച്ചോं के സോ ജാനെ पर എന്നാണ്. തൻ്റെ കുട്ടികളൊക്കെ ഉറങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുവാണ്? मन ही मन एक विस्तृत और सुविधा संपन्न घर का नक्शा खींचती है. അവർ കുട്ടികളൊക്കെ ഉറങ്ങിയതിനു ശേഷം അവർ എന്ത് ചെയ്യുന്നു? സ്വപ്നം കാണാൻ പോകുന്നു. അതായത് ഉറങ്ങുകയാണ്. അവർ ഉറങ്ങുമ്പോൾ അവർ സ്വപ്നം കാണുവാണ്. എന്ത് സ്വപ്നമാണ് കാണുന്നത്? വളരെ മനോഹരമായ ഒരു വീടാണ്. കാരണം ഇപ്പോൾ അവർ താമസിക്കുന്നത് ഒരു കുടിലാണെങ്കിൽ, പക്ഷെ അവരുടെ സ്വപ്നത്തിൽ കാണുന്നത് വളരെ മനോഹരമായ ഒരു വീടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു നക്ഷ, ആ ഒരു വീടിന്റെ നക്ഷ മാപ്പ് എന്നാണ് അവർ സ്വപ്നത്തിൽ കൊണ്ടുവരികയാണ്. വഹ് ഖാനെ സോനെ പൂജ और बैठक के लिए अलग कमरे बनाती है. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഉറങ്ങാനും പൂജ ചെയ്യാനും ഭക്ഷണം കഴിക്കാനും അതുപോലെ ഡ്രോയിങ് റൂം ഒക്കെ എന്നാണ് വേറെ വേറെ സ്ഥലങ്ങളിൽ ആ വീട്ടിൽ ഇങ്ങനെ അവർ പ്ലാൻ ചെയ്യുവാണ്. എവിടെയൊക്കെ അലൈൻ ചെയ്യണം, ഇവിടെയൊക്കെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് അവർ സ്വപ്നത്തിൽ ഇങ്ങനെ മാറ്റുവാണ്, അതിനെ കാണുവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. രസോയിക്കോ ആധുനിക ഉപകരണമൊക്കോ, അതായത് കറണ്ട് സിനാരിയോയിൽ അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിട്ടുള്ള ഒരു രസോയാണ് അവരെന്ത് ചെയ്യുന്നത്? പ്ലാൻ ചെയ്യുന്നത്. അവരുടെ സ്വപ്നത്തിൽ എന്തൊക്കെയുണ്ട്? ഫ്രിഡ്ജ് ഹേ, മൈക്രോവേവ് ഹേ, ഈ സബ്സെ സജാത്തി ഹേ, ये सब है जो इस किचन के अंदर. ഇതൊക്കെ കൊണ്ട് അലങ്കരിച്ച ഒരു കിച്ചണാണ്. ഈ സജാത്തി ഹേ, അലങ്കരിക്കുക എന്ന രീതിയിലാണ് പറയുന്നത്. ഇതൊക്കെ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ്, ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് കിച്ചൺ തന്നെയാണ് അവരുടെ വീട്ടിലുള്ളത്. സോ അവരുടെ സ്വപ്നത്തിലുള്ളത്. സോ ക്യാ ഹേ? और जमीन पर संगमरमर की चमक की कल्पना करती है. സംഗമർമർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു നല്ല മാർബിൾ, തിളങ്ങുന്ന മാർബിളൊക്കെയാണ് അവരുടെ സ്വപ്നത്തിൽ അവർ കാണുന്നത്. റെഡി ബച്ചോ? അഗ്ല ക്യാ ഹേ? ये सपना उसके जीवन की मुश्किलों से एक अस्थाई राहत है. ഈ ഒരു സ്വപ്നം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ജീവിതത്തിലെ ഒരു സമാധാനമായിട്ടാണ്. കാരണം ഈ വളരെ ബുദ്ധിമുട്ടിൽ താമസിക്കുമ്പോൾ പോലും നിൽക്കുമ്പോൾ പോലും ഒരു ആശ്വാസം എന്ന പോലെയാണ്. അസ്ഥായി റാഹത്ത് എന്നാണ് ഇതിനെ പറയുന്നത്. വൈ സപ്നെ മേ ഇതനി ഖോ ജാത്തി ഹേ, അവർ ഈ സ്വപ്ന ലോകത്ത് എന്താണ് അത്രയും ഖോ ജാന എന്ന് പറയുന്നത് അവർ അതിൽ തന്നെ ലയിച്ചു പോയി എന്നാണ് ഇവിടെ പറയുന്നത്. ഈ സുബഹ് ധൂപ് ഫൈലനെ തക് സോത്തി രഹത്തി ഹേ, അതായത് സൂര്യൻ ഉദിക്കുന്നവരെ ആ ഒരു ഉറക്കത്തിലേക്ക് പോകേണ്ട ഒരു ഉറക്കത്തിലേക്കാണ് അവർ ഉറങ്ങുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അത്രയും നല്ല സുഖകരമായ ഒരു ഉറക്കമാണ് അവർ ഉറങ്ങുന്നത്. പക്ഷേ उसकी नींद खुलने से पहले ही, लेकिन പക്ഷേ उसकी नींद खुलने से पहले, ഉറക്കം പൂർണ്ണമാകുന്നതിന് മുൻപേ എന്താണ്? സപ്നെ മേ ബാങ്ക് കാ നോട്ടീസ് ആ ധംകാതാ ഹൈ എന്നാണ് പറയുന്നത്. സ്വപ്നത്തിൽ എന്താണ് വരുന്നത്? ബാങ്കിലെ കടങ്ങളും ജപ്തി നോട്ടീസൊക്കെ എന്താണ് പെട്ടെന്ന് ഉറക്കത്തിൽ വരികയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് യഹ് ബാങ്ക് നോട്ടീസ് ഉസ്കി ഖരീബി ഖർജ് और ആർത്തിക് അസുരക്ഷ കാ പ്രതീക് ഹൈ. ഈ ബാങ്കിലെ നോട്ടീസ് എന്ന് പറയുന്നത് തന്നെ അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തൊക്കെയാണ്? ചെലവായിക്കോട്ടെ, അവരുടെ പോവേർട്ടി ആയിക്കോട്ടെ, അതുപോലെ എല്ലാത്തിനെയും കാണിക്കുന്നതാണ്. ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി എല്ലാം കാണിക്കുന്നതാണ് അവരുടെ ആ ഒരു സ്വപ്നത്തിൽ വന്ന ആ ഒരു ബാങ്കിലെ ജപ്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ജോ ഉസ്കെ സപ്നോ കോ ഭി ചക്നാചൂർ കർ ദേത്താ ഹൈ എന്നാണ് പറയുന്നത്. അത് ആ ഒരു അവരുടെ സ്വപ്നത്തെ തന്നെ ഇല്ലാതാക്കുവാണ്. നല്ല സ്വപ്നം കണ്ടുവരികയാണ്, ആ സ്വപ്നത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണ് അവർ കണ്ട ആ ഒരു ബാങ്കിലെ ജപ്തി നോട്ടീസ് എന്ന് വരുന്ന പോലെ ഒരു നോട്ടീസ് വന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. കവിതാക്ക ശീർഷക് സപ്നെ കാ ഭി ഹക്ക് നഹി എന്ന് പറയുന്നതാണ്. സ്വപ്നം കാണാൻ പോലും ആ അവകാശമില്ല എന്ന് പറയുന്നത് എന്നാണ് ഇസി വിഡംബനാക്കോ ഉജാഗർ കർത്താ ഹൈ. ഈ ഒരു പ്രശ്നത്തെ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. कि अत्यधिक गरीबी में व्यक्ति को सुकून से सपने देखने का भी अधिकार नहीं रह जाता എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അത്രയധികം പോവേർട്ടിയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് എന്താണ്? അവന് സ്വപ്നം കാണാൻ പോലും അവകാശമില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമായിരുന്നു. സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ എല്ലാവരെ കൊണ്ടും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്വപ്നം എന്ന് പറയുന്നത്. മനുഷ്യനായിക്കോട്ടെ ആരായിക്കോട്ടെ സ്വപ്നം കാണുക എന്ന് പറയുന്നതിന്
പറയുന്നതിന് ഒരു ലിമിറ്റ് ഇല്ല, ബൗണ്ടറി ഇല്ല. കാരണം അതിലൊരു ജാതി മതഭേദമില്ല, ഭാഷ ഒരു പ്രശ്നമല്ല, ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ, ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്വപ്നം കാണുക എന്ന് പറഞ്ഞത്. പക്ഷേ ഗരീബിയാണ്, പാവപ്പെട്ടവനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്താണ് പ്രശ്നം എന്ന് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്യധിക ഗരീബ് വ്യക്തി മേ സുകൂൻ സെ സപ്നെ ദേഖ്നെ കാ ഭി അധികാർ നഹീ രഹ് ജാത്ത എന്നാണ് പറയുന്നത്. അത് ആ ഒരു പോവേർട്ടിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നാണ് പറയുന്നത്. ക്യൂങ്കി വാസ്തവികത की चिंताएं हमेशा पीछा करती रहती है. വാസ്തവികത അറ്റ് പ്രസന്റിലെ ഫിൽഹാൽ की जो സിറ്റുവേഷൻ, അറ്റ് പ്രസന്റിലെ സിറ്റുവേഷൻ എന്താണ്, നമ്മളെ ഉറക്കത്തെ പോലും പൂർണ്ണമാക്കാൻ സാധിക്കാതെ അതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് എഴുന്നേൽപ്പിക്കുന്നതാണ് ഈ ഒരു ഘടമായിക്കോട്ടെ, നമ്മൾക്ക് വരുന്ന ഒരുപാട് ഖർച്ചായിക്കോട്ടെ, ചിലവായിക്കോട്ടെ, അതുപോലെ ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവാത്തത് വരെ അതുവരെ എന്താണ് നമുക്ക് എന്താണ് ഈ ഒരു പ്രശ്നം നമ്മൾ അലട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഖരീബി എന്നതിൽ പട്ടിണിയായി നിങ്ങൾ ജനിക്കുവാണെങ്കിൽ, പട്ടിണിയിൽ തന്നെ നിങ്ങൾ മുന്നേറുവാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതുപോലെ മുന്നേറേണ്ടി വരും. അതുപോലെ നിങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം പോവേർട്ടി എന്ന് പറയുന്നത് സ്വപ്നത്തെ പോലും ഇല്ലാതാക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോവുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. तो बच्चों ऐसे जाते इस कविता की पूरी तरह समरी हमारे पास है. ഇതിലെ കംപ്ലീറ്റ് സമറി എൻ്റെ അടുത്ത് മലയാളത്തിലുണ്ട്. आपको चाहिए तो जिमन सर जू पोर्ट में आप जस्ट इनबॉक्स में क्या है सपना टेक्स्ट करो, आपको पूरा 2 നോട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതായിരിക്കും. तो बच्चों अच्छे से पढ़ो, अच्छे से समझ लो. मिलते हैं अगली वीडियो में, तब तक के लिए धन्यवाद. थैंक यू.